ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. അടുത്തിടെ ഏത് സംസ്ഥാനമാണ് CFL ഫിലമെൻ്റ് ലാമ്പുകൾ പൂർണ്ണമായും നിരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഏത് സംസ്ഥാനമാണ്? കേരളമാണ് കേട്ടോ. അപ്പോൾ ഫിലമെൻ്റ് രഹിത കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി പ്രകാരം CFL ലാമ്പുകളെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് അതിന് പകരം നമ്മൾ LED ലാമ്പുകൾ ഉപയോഗിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഫിലമെൻ്റ് രഹിത കേരളം. നെക്സ്റ്റ് നോക്കാം. അടുത്തിടെ ഭിന്നലിംഗക്കാർക്ക് പ്രത്യേകം തിരിച്ചറിയൽ കാർഡ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഓക്കെ, അടുത്തിടെ ഭിന്നലിംഗക്കാർക്ക് പ്രത്യേകം തിരിച്ചറിയൽ കാർഡ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. അടുത്ത് നോക്കാം. തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് അക്കൻക്വാഹുവ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാരാണ്? കാമ്യ കാർത്തികേയനാണ് കേട്ടോ, ഇന്ത്യക്കാരിയാണ്. അപ്പോൾ തെക്കേ അമേരിക്കയിലുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് അക്കൻകാഹുവ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാരാണ്? കാമ്യ കാർത്തികേയൻ, ഇന്ത്യക്കാരിയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കേസ് പരിഗണിക്കുന്നതിനായി ദിശ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ് കേട്ടോ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കേസ് പരിഗണിക്കുന്നതിനായി ദിശ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ മെട്രോ റെയിൽ നെറ്റ്വർക്കായി മാറിയത് ഹൈദരാബാദാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ മെട്രോ റെയിൽ നെറ്റ്വർക്കായി മാറിയത് ഹൈദരാബാദാണ്. ഒന്നാമത്തെ ഡൽഹിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ഫ്ലോർ സസ്പെൻഷൻ ബ്രിഡ്ജ് വരാൻ പോകുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ഫ്ലോർ സസ്പെൻഷൻ ബ്രിഡ്ജ് വരാൻ പോകുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡാണ് കേട്ടോ. എവിടെയാണ്? ഉത്തരാഖണ്ഡ്. നെക്സ്റ്റ് നോക്കാം. കടൽ, കായൽ, ടൂറിസം വികസനത്തിനായി കേരളം ഏത് സംസ്ഥാനത്തെ വിനോദസഞ്ചാര വകുപ്പുമായാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്? ഒഡീഷയായിട്ടാണ്. കടൽ, കായൽ, ടൂറിസം വികസനത്തിനായി കേരളം ഏത് സംസ്ഥാനത്തെ വിനോദസഞ്ചാര വകുപ്പുമായാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്? ഒഡീഷ. നെക്സ്റ്റ് നോക്കാം. 2020 ലോറസ് സ്പോർട്സ് അവാർഡിലെ മികച്ച പുരുഷ താരങ്ങൾ ആരൊക്കെയാണ്? ലയണൽ മെസ്സിയും ലൂയി ഹാമിൽട്ടണുമാണ്. ഓക്കെ, 2020 ലോറസ് സ്പോർട്സ് അവാർഡിലെ മികച്ച പുരുഷ താരങ്ങൾ ആരൊക്കെയാണ്? ലയണൽ മെസ്സിയും ലൂയി ഹാമിൽട്ടണും. നെക്സ്റ്റ് നോക്കാം. അമേരിക്കയിൽ നടന്ന 2020 കെയ്ൻസ് കപ്പ് ചെസ് ടൂർണമെൻറ്റ് വിജയിയായ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? കൊനേരു ഹംപി. ഓർത്തു വയ്ക്കുക, അമേരിക്കയിൽ നടന്ന 2020 കെയ്ൻസ് കപ്പ് ചെസ് ടൂർണമെൻറ്റ് വിജയിയായ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? കൊനേരു ഹംപി. ബയോ ഏഷ്യ സമ്മിറ്റ് 2020 വേദി എവിടെയാണ്? ഹൈദരാബാദാണ്. ഓക്കെ, ബയോ ഏഷ്യ സമ്മിറ്റ് 2020 വേദി എവിടെയാണ്? ഹൈദരാബാദ്. അടുത്ത് നോക്കാം. കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിനായി പൊതുജനങ്ങൾക്ക് വിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഇന്നലെ നമ്മൾ പഠിച്ചതാണ്, യോദ്ധാവ്. കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിനായി പൊതുജനങ്ങൾക്ക് വിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് യോദ്ധാവ്. വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ റിപ്പോർട്ട് പ്രകാരം ലാർജസ്റ്റ് ഇക്കോണമി വേൾഡ് ലിസ്റ്റിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനം. ഓക്കെ, വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ റിപ്പോർട്ട് പ്രകാരം ലാർജസ്റ്റ് ഇക്കോണമി വേൾഡ് ലിസ്റ്റിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനമാണ്. ആദ്യത്തെ സ്ഥാനം അമേരിക്കയ്ക്കാണ്. വിമാനത്തിനുള്ളിൽ വൈഫൈ സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ കമ്പനി ഏതാണ്? വിസ്താര എയർലൈൻസ് ആണ് കേട്ടോ. വിമാനത്തിനുള്ളിൽ വൈഫൈ സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ കമ്പനി വിസ്താര എയർലൈൻസ് ആണ്. അപ്പോൾ വൈഫൈ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ല വിസ്തരിച്ചൊക്കെ പോകാം എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ഓർക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? വേങ്ങര, മലപ്പുറം. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കേട്ടോ. ഡ്രൈവിംഗ് ലൈസൻസ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? വേങ്ങര, മലപ്പുറത്താണ്. നെക്സ്റ്റ് നോക്കാം. 2020 ഏകദിനം, ടെസ്റ്റ് എന്നിങ്ങനെ ക്രിക്കറ്റിൽ 3 ഫോർമാറ്റിലും 100 മത്സരങ്ങൾ കളിച്ച ആദ്യ താരമാരാണ്? റോസ് ടെയിലർ, ന്യൂസിലാൻഡുകാരനാണ് കേട്ടോ. 2020 ഏകദിനം, ടെസ്റ്റ് എന്നിങ്ങനെ ക്രിക്കറ്റിൽ 3 ഫോർമാറ്റിലും 100 മത്സരങ്ങൾ കളിച്ച ആദ്യ താരമാരാണ്? റോസ് ടെയിലർ, ന്യൂസിലാൻഡ്. അപ്പോൾ ഈ 3 ഫോർമാറ്റിലും 100 മത്സരങ്ങൾ കളിച്ച ആളല്ലേ, അപ്പോൾ അയാൾക്കൊരു റോസ് കൊടുക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. റോസ് ടെയിലർ ന്യൂസിലാൻഡുകാരനാണ്. നെക്സ്റ്റ് വൺ നോക്കാം. ഇന്ത്യയിൽ ഫിറ്റ്നസ് ചാലഞ്ച് ഏർപ്പെടുത്തിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ആനന്ദ് വിഹാർ, ഡൽഹിയിലാണ് കേട്ടോ. ഇന്ത്യയിൽ ഫിറ്റ്നസ് ചാലഞ്ച് ഏർപ്പെടുത്തിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ആനന്ദ് വിഹാർ, ഡൽഹിയിൽ. 2022 കോമൺവെൽത്ത് ഗെയിംസ് ഷൂട്ടിംഗ് ആർച്ചറി വിഭാഗം മത്സരങ്ങളുടെ വേദി എവിടെയാണ്? ചണ്ഡീഗഡാണ് കേട്ടോ. 2022 കോമൺവെൽത്ത് ഗെയിംസ്
ഷൂട്ടിംഗ് ആർച്ചറി വിഭാഗം മത്സരങ്ങളുടെ വേദി എവിടെയാണ്? ചണ്ഡീഗഡ്. 2020 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? KG ശങ്കരപ്പിള്ള. 2020 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപിള്ളയ്ക്കാണ്. പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2020 വേദി എവിടെയാണ്? ഭുവനേശ്വറാണ് കേട്ടോ. പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2020 വേദി എവിടെയാണ്? ഭുവനേശ്വർ. കുട്ടികളുടെ അതിജീവനം അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭ തയ്യാറാക്കിയ അഭിവൃദ്ധി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 131 കേട്ടോ. കുട്ടികളുടെ അതിജീവനം അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭ തയ്യാറാക്കിയ അഭിവൃദ്ധി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 131. നാസയുടെ അടുത്ത ചാന്ദ്ര ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ആർടെമിസ് ആണ് കേട്ടോ. ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നാസയുടെ അടുത്ത ചാന്ദ്ര ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ആർടെമിസ്. UK പുതിയ അറ്റോർണി ജനറലായി നിയമിതയായ ഇന്ത്യൻ വംശജ ആരാണ്? സുവെല്ല ബ്രാവോമാൻ. UK പുതിയ അറ്റോർണി ജനറലായി നിയമിതയായ ഇന്ത്യൻ വംശജ ആരാണ്? സുവെല്ല ബ്രാവോമാൻ. ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അടുത്ത് നോക്കാം. അടുത്തിടെ അന്തരിച്ച മുൻ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആരാണ്? ഹുസ്നി മുബാരക്. ഓക്കെ, അടുത്തിടെ അന്തരിച്ച മുൻ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആരാണ്? ഹുസ്നി മുബാരക്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2019 വിവർത്തനത്തിനുള്ള അവാർഡ് ലഭിച്ച ആർക്കാണ്? പ്രൊഫസർ CG രാജഗോപാൽ. ശ്രീരാമചരിതമാനസം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിനാണ് ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2019 വിവർത്തനത്തിനുള്ള അവാർഡ് ലഭിച്ചതാണ് പ്രൊഫസർ CG രാജഗോപാൽ. ശ്രീരാമചരിതമാനസം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിനാണ് ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചത്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി യൂണിഫൈഡ് വെഹിക്കിൾ രജിസ്ട്രേഷൻ കാർഡ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി യൂണിഫൈഡ് വെഹിക്കിൾ രജിസ്ട്രേഷൻ കാർഡ് ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഓർത്തു വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കാം. തീരദേശത്ത് 50 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിന് ആരംഭിച്ച പദ്ധതി ഏതാണ്? പുനർഗേഹം. ഓക്കെ, മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണ്? പുനർഗേഹമാണ്. ഓർത്തു വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കാം. LNG ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ വാണിജ്യ ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തത് എവിടെയാണ്? കൊച്ചിയിലാണ്. ഓക്കെ, LNG ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ വാണിജ്യ ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തത് എവിടെയാണ്? കൊച്ചിയിൽ. അടുത്ത് നോക്കാം. മികച്ച നവാഗത സംവിധായകനുള്ള G അരവിന്ദൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? മധു C നാരായണൻ. കുംബ്ലങ്ങി നൈറ്റ്സിൻ്റെ ഡയറക്ടറാണ് കേട്ടോ. മികച്ച നവാഗത സംവിധായകനുള്ള G അരവിന്ദൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? മധു C നാരായണൻ. കുംബ്ലങ്ങി നൈറ്റ്സിൻ്റെ ഡയറക്ടറാണ്. അടുത്ത് നോക്കാം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് കമ്മീഷൻ ചെയ്ത 6ാമത്തെ ഓഫ് ഷോർ പാട്രോൾ വെസൽ ഏതാണ്? വജ്ര. ഓക്കെ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് കമ്മീഷൻ ചെയ്ത 6ാമത്തെ ഓഫ് ഷോർ പാട്രോൾ വെസലാണ് കേട്ടോ. ഓഫ് ഷോർ പാട്രോൾ വെസൽ ഏതാണ്? വജ്രയാണ്. അടുത്ത് നോക്കാം. 2020 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് വേദി എവിടെയാണ്? ദുബായ്. 2020 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് വേദി എവിടെയാണ്? ദുബായിലാണ്. അടുത്തിടെ സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം 60 നിന്ന് 58 കുറച്ച സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ് കേട്ടോ. അടുത്തിടെ സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം 60 നിന്ന് 58 കുറച്ച സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഫെബ്രുവരി മാസത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നാളെ തൊട്ട് നമുക്ക് ജാനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.